നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, എന്താ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടോ? പറയാനുണ്ട്. കേൾക്കുമ്പോ ചിലപ്പോ കളിയായിട്ട് തോന്നുമെങ്കിലും കാര്യഗൗരവമുള്ളൊരു സംഗതി പറയാനാ ഞാൻ പ്രസാദേട്ടനെ ഈ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. കളിയായാലും കാര്യമായാലും അഞ്ജലിക്ക് എന്നോട് എന്തും പറയാം. അതിന് പ്രത്യേകിച്ച് ഇങ്ങനൊരു മുഖവരയുടെ ആവശ്യമില്ല. എത്ര മുഖവരയുണ്ടെങ്കിലും പറയാൻ അല്പം മടിയുള്ള ഒരു വിഷയമാണ് പ്രസാദേട്ട. അഞ്ജലി വളച്ചു കെട്ടാത്ത കാര്യം പറയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഇല്ലാതെ നിൽക്കായിരുന്നു. പറയാം. പക്ഷെ ഞാനത് പറഞ്ഞാൽ പ്രസാദേട്ടന്റെ ഇപ്പോഴുള്ള ടെൻഷൻ കൂടുമോ എന്നുള്ള ഭയോ എനിക്ക്. ശരി, ഏതായാലും ഞാനിനി കൂടുതൽ വളച്ചു കെട്ടാതെ കാര്യം പറയാം. എന്റെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായൊരു തീരുമാനം ഞാൻ ഇന്നലെ രാത്രി കൈക്കൊണ്ടു. ആ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് പ്രസാദേട്ടന്റെ സഹായം ഉണ്ടായാലേ പറ്റൂ. ഓ, ഇത്രയുള്ളോ? അഞ്ജലിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് ഞാൻ ഇതേ അമ്പലനടയിൽ വെച്ച് മുമ്പൊരിക്കൽ തന്റെ കൈപിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞതാ. അഞ്ജലിക്കും കുടുംബത്തിനും എന്താവശ്യം ഉണ്ടായാലും എന്ത് പ്രശ്നം നേരിട്ടാലും അതെന്നോട് പറയണം. കുടുംബത്തിൽ ഒരാളായി തന്നെ ഞാനതിന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും. വാക്കാണല്ലോ. അതെ, ഇത് പ്രസാദിന്റെ വാക്കാ. തനിക്ക് വിശ്വസിക്കാം. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചല്ലോ പ്രസാദേട്ടാ? ഒന്നിക്കാനോ? എന്ന് വെച്ചാ നമുക്ക് വിവാഹം കഴിക്കാം. എന്തു പറയുന്നു? ശരി, ആയിക്കോട്ടെ. അഞ്ജലിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചോളെ. വാ, നമുക്ക് പോയൊരു താലിമാല വാങ്ങി വരാം. വാ. പ്രസാദേട്ടാ, പ്ലീസ്, ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇന്ന് പെട്ടെന്ന് ഇവിടെ ആരെ അറിയിക്കാതെ, ആരോടും ചോദിക്കാതെ, ഭഗവാനെ മാത്രം സാക്ഷി നിർത്തി നമ്മൾ ഇവിടെ വെച്ച് കല്യാണം കഴിക്കുന്നു. എന്താ, സമ്മതമാണോന്ന് പറ. എന്ന് ചോദിച്ചാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഞ്ജലി. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? വിവാഹം പലപ്പോഴും ആഗ്രഹത്തിന്റെ പേരിലും പ്രണയത്തിന്റെ പേരിലും ഒക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പ്രസാദേട്ടനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന്റെ പുറത്താണ്. നമ്മൾ ഇന്നിവിടെ വിവാഹിതരായ ഒരുപക്ഷെ ആരതിയും മുരളിയെ ഒന്നിപ്പിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ടാ ഇതൊരാവശ്യത്തിന്റെ പേരിലുള്ള വിവാഹമാണെന്ന് ഞാൻ പറയുന്നത്. പ്രസാദേട്ടന്റെ ഇഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ എനിക്കറിയാം. അതെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനൊരു ആവശ്യം പറയുന്നതില് വിഷമമൊന്നും തോന്നരുത്. പ്രസാദേട്ടൻ എന്ത് തീരുമാനിച്ചാലും എനിക്കതില് വിഷമമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.